തീർച്ചയായും AK5P എന്ന പ്ലാറ്റ്ഫോം മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിൽ ഒരുപാട് സാധ്യതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടെന്ന് നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നീതു ഗ്രൂപ്പിൽ ഒരു പോസ്റ്റ് ഇട്ടതുപോലെ ഞാൻ ഈ ഗ്രൂപ്പിൽ ഒരു തുടക്കക്കാരിയാണ്. അങ്ങനെ വാക്കുകൾ ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒരുപാട് മേഖലകളിൽ ആളുകൾക്ക് ഇല്ലാത്ത ചില ഗുണങ്ങൾ എംപ്രോ ഗോൾഡിന്റെ ഉപയോഗത്തിലൂടെ വന്നു ചേരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കപ്പെടേണ്ടതായ ഒരു വസ്തുതയാണ്. നീതു അവിടെ എഴുതിയ സെന്റൻസുകൾ, ഞാൻ ഈ ഗ്രൂപ്പിൽ തുടക്കക്കാരിയാണ്, പക്ഷെ എങ്കിലും എൻ്റെ ഒരു അനുഭവം പറയുകയാണ്. എനിക്ക് പ്രഷർ ലെവൽ ഹൈ ആയിരുന്നു. ഒരുപാട് മെഡിസിൻസ് ഒക്കെ ഞാൻ ഉപയോഗിച്ചതാണ്. പക്ഷെ ഏകദേശം 1 മാസമായി ഞാൻ എംപ്രോ ഗോൾഡ് ഉപയോഗിക്കുമ്പോൾ ആ പ്രഷർ ഇപ്പൊ നോർമലായി. ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ടാബ്ലറ്റ് നിർത്തിക്കോളൂ എന്ന് പറഞ്ഞു. നിതു ശരിയല്ലേ പറഞ്ഞത്? നിതു മൈക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അവസ്ഥയാണോ? ഓക്കെ, ഈ വാക്കുകൾ എനിക്ക് തന്ന പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ് നമ്മൾ ഈ ആശയവുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അത് ചെറിയ മാറ്റങ്ങളല്ല, വലിയ മാറ്റങ്ങളാണ്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് ചെറുതോണിയിൽ നിന്ന് പ്രൊഡക്റ്റിന് ആവശ്യക്കാരനായിട്ട് വന്നു. അദ്ദേഹം ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിയതാണ്, പിന്നീട് അത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചില്ല. പക്ഷെ മാറ്റങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഏതായാലും സ്ഥിരമായിട്ടൊന്ന് ഉപയോഗിച്ചേക്കാം എന്ന ചിന്തയിലേക്ക് അദ്ദേഹം കടന്നു വരികയും ഇന്നലെ തന്നെ റെഗുലർ പർച്ചേസിലൂടെ ഒരു എംപ്രോ ഗോൾഡ് കൂടെയും വാങ്ങുകയും ചെയ്തു. അത് ഇന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് ബസ്സിൽ ഞാൻ കൊടുത്തുവിടും, ചെറുതോണിയിൽ അദ്ദേഹത്തിന് കളക്ട് ചെയ്യും. ഏതായാലും ഉൽപ്പന്നം എവിടെ എത്തിക്കാനുള്ള സംവിധാനവും AK5P എന്ന പ്ലാറ്റ്ഫോമിലുണ്ട്. അതിനുള്ള ടീം വർക്കുകൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യക്കാരനാണോ, നമ്മുടെ കൂടെയുള്ള ആളുകളെ ആവശ്യക്കാരായി നമ്മൾ മാറ്റുന്നുണ്ടോ, അതിനെ ആശ്രയിച്ചുകൊണ്ടാണ് നമുക്ക് നേട്ടങ്ങളിലേക്ക് നമുക്ക് ഉദിക്കാൻ സാധിക്കുക. ഇപ്പൊ ഇന്ന് മാർച്ച് 20-ാം തീയതിയാണ്. ഇനി വെറും 11 ദിവസം മാത്രമാണ് ഈ മാസത്തെ റെഗുലർ പർച്ചേസ് ഇൻകം ലഭിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത്. ഈ 11 ദിവസം കൊണ്ട് ഇതുവരെ നമ്മൾ വാങ്ങിയ ഉൽപ്പന്നങ്ങളുടെ എല്ലാം ബിസിനസ് വോളിയം നമുക്ക് വന്നിട്ടുണ്ടാകും. ബോണസ് പോയിന്റ് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാകും. ഇനി നമ്മൾ വാങ്ങാൻ പോകുന്ന ഉൽപ്പന്നങ്ങളും ഉറപ്പായിട്ടും ബോണസ് പോയിന്റ് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ആഡ് ചെയ്യപ്പെടുന്നുണ്ടാകും. ഇങ്ങനെ 31-ാം തീയതി 12 മണിക്ക് മുമ്പായി എത്ര ബോണസ് പോയിന്റ് നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ മാസത്തിൽ റെഗുലർ പർച്ചേസ് ഇൻകമായിട്ട് നമുക്ക് കിട്ടാനുള്ള സാധ്യത ഓപ്പൺ ആക്കുന്നത്. ഏതായാലും നമുക്ക് അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. വിശദമായി തന്നെ ആ ഒരു മേഖലയുടെ സാധ്യതയെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കാം, ഒരുപക്ഷെ പ്ലാൻ ഡീകോഡിങ്ങിൽ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കാം. എന്നിരുന്നാൽ പോലും റെഗുലർ പർച്ചേസ് എന്താണ്, സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിൽ റെഗുലർ പർച്ചേസ് ഇൻകം പ്ലാനിൽ AK5P എന്ന പ്ലാറ്റ്ഫോമിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട്, അത് ബോധ്യപ്പെടണമെങ്കിൽ അത് വീണ്ടും 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 നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. റെഗുലർ പർച്ചേസ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ സ്ഥിരമായി വാങ്ങുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുത്താൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ, അപ്പൊ AK5P എന്ന പ്ലാറ്റ്ഫോമിൽ ലഭ്യമായ ഉൽപ്പന്നങ്ങൾ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ മുളക് പൊടി അത് AK5P മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, നാട്ടുചക്കര, റസ്കുകൾ, അവലുകൾ, മില്ലറ്റിന്റെ പൊടികൾ, അരിപ്പൊടി, ഗോതമ്പ് പൊടി, ഓട്സ്, സ്റ്റീൽ കട്ട് ഓട്സ്, പിന്നെ വെളിച്ചെണ്ണ, ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ എന്തും AK5P മാത്രം തയ്യാറാക്കിയ മിലോ കോക്ക്, മക്കായി കോക്ക്, ഓട്സിന്റെ അവലോസ് പൊടി, എംഫിറ്റ്, എംപ്രോ ഗോൾഡ്, ഇതെല്ലാം നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായി വാങ്ങുന്ന ഒരു ശീലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കാത്ത രൂപത്തിൽ എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ് AK5P മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തിന്റെ പ്രത്യേകത. കുടുംബ ബഡ്ജറ്റിനെ ബാധിക്കാത്ത രൂപത്തിൽ ഞാൻ പറയുന്നത്, ഒരുപക്ഷെ ഇവിടെ നിന്നല്ലെങ്കിൽ ഈ ഉൽപ്പന്നം വേറൊരു കടയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇവിടെ നിന്നല്ലെങ്കിൽ വേറൊരു കടയിൽ നിന്നും വാങ്ങുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിനുവേണ്ടി മാത്രം വാങ്ങുന്ന ഉൽപ്പന്നമല്ല. നമുക്ക് ഗുണകരമെന്ന് തോന്നുന്ന എന്ത് ഉൽപ്പന്നവും നമ്മൾ വാങ്ങാറുണ്ട്. ഇങ്ങനെ ഉൽപ്പന്നങ്ങൾ വാങ്ങുമ്പോൾ ഓരോ ഉൽപ്പന്നത്തിനും കിട്ടുന്ന ബോണസ് പോയിന്റ്, അതാണ് സിസ്റ്റം അക്യുമുലേറ്റ് ചെയ്യുന്നത്.
ഒരു എംപ്രോ ഗോൾഡ് വാങ്ങുമ്പോൾ 200 ബോണസ് പോയിന്റ് ഉണ്ട്. ഒരു വെളിച്ചെണ്ണ വാങ്ങിയാൽ 10 ബോണസ് പോയിന്റ് ഉണ്ട്. ഒരു റാഗിപ്പൊടി വാങ്ങിയാൽ 20 ബോണസ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ ഓരോ ഉൽപ്പന്നത്തിനും ബോണസ് പോയിന്റ് ഉണ്ട്. ഇങ്ങനെ വരുന്ന ടോട്ടൽ ബോണസ് പോയിന്റിനെ ടോട്ടൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്താണ് പോയിന്റ് എന്നറിയോ? എ ടീമിൽ 100 ബോണസ് പോയിന്റും ബി ടീമിൽ 100 ബോണസ് പോയിന്റും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു റെഗുലർ പർച്ചേസ് ഇൻസെന്റീവ് പോയിന്റ് വാല്യൂ കിട്ടും, ഒരു സ്കോർ പോയിന്റ് കിട്ടും. ഇങ്ങനെ വരുന്ന സ്കോർ പോയിന്റ് എത്രയുണ്ടോ, അത് എത്രയുണ്ടെന്ന് എങ്ങനെ അറിയാം? എല്ലാവർക്കും ഉള്ളത്. നമ്മൾ ഈ മീറ്റിംഗ് ഹാളിൽ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും ഐഡിയിൽ എ ടീമിലും ബി ടീമിലും എത്ര ബിസിനസ് വോളിയം വന്നു അത് മാച്ച് ചെയ്യുന്നതാണ് നമ്മുടെ സ്കോർ പോയിന്റ്. ഇങ്ങനെ എല്ലാവരുടെയും സ്കോർ പോയിന്റ് ആഡ് ചെയ്യുമ്പോഴാണ് ടോട്ടൽ ഗ്ലോബൽ പോയിന്റ് സംഗതി കിട്ടുക. ടോട്ടൽ ബിസിനസ് വോളിയത്തിനെ ഗ്ലോബൽ പോയിന്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു പോയിന്റിന്റെ വില കിട്ടും. ആ ഒരു പോയിന്റിന്റെ വില വെച്ചിട്ടാണ് നമുക്ക് ആ മാസത്തിൽ നമുക്ക് വരുമാനം തരുന്നത്. ഇവിടെ ഒരു കാൽക്കുലേഷൻ നമുക്കൊന്ന് നോക്കിയേ പറ്റൂ. കാരണം നമ്മൾ വാങ്ങുന്ന ബോണസ് പോയിന്റ് അനുസരിച്ച് എക്സ്ട്രാ പോയിന്റ് കിട്ടാനുള്ള ചാൻസ് സിസ്റ്റത്തിനുണ്ട്. മാത്രമല്ല 31-ാം തീയതി നമുക്ക് നമ്മുടെ ടീമിലുള്ള ബോണസ് പോയിന്റ് കൗണ്ട് ചെയ്യണമെങ്കിൽ മിനിമം 300 ബോണസ് പോയിന്റുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വാങ്ങിയേ പറ്റൂ. മിനിമം 300 ബോണസ് പോയിന്റ് ഉൽപ്പന്നം നമ്മൾ വാങ്ങുമ്പോഴാണ് അത് കിട്ടുക. ഒരു എംപ്രോ ഗോൾഡ് വാങ്ങുമ്പോൾ 200 ബോണസ് പോയിന്റ് ആയി. പിന്നീട് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2-3 ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിയാൽ 30 ബോണസ് പോയിന്റ് അവിടെയായി. ഇനി നമുക്ക് ആവശ്യമായി എന്ത് ഉൽപ്പന്നമാണോ വാങ്ങാൻ പറ്റുക, ഒരു 100 ബോണസ് പോയിന്റിലേക്ക് എത്തുക വളരെ ഈസിയാണ്. അപ്പോൾ 200 + 100 300 ബോണസ് പോയിന്റ് ആയി. അതുകൊണ്ട് തന്നെ 300 ബോണസ് പോയിന്റ് എത്തുക എന്നുള്ളത് ഒരു ഹെഡേക്ക് അല്ല. പക്ഷെ നമുക്കൊരു ഫോക്കസ് ഉണ്ടാകണം. ഞാൻ ഈ മാസം 300 വാങ്ങും, അതിൽ നിന്ന് എനിക്ക് എന്ത് ലഭിക്കുന്നു എന്നുള്ളതല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ ഒരു ടീം പ്ലെയർ എന്ന രൂപത്തിൽ ഇവിടെ ആക്ട് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ടീം പ്ലെയർ ആണെങ്കിൽ നമ്മുടെ കൂടെ ടീം മെമ്പേഴ്സ് വരുമ്പോൾ അവരും ഒരു ടീം പ്ലെയർ ആയിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങും. അവിടെയാണ് നമുക്ക് വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുക. ഏതായാലും ഈ മാസം നമ്മൾ വാങ്ങിയപ്പോൾ ഒരു 150 ബോണസ് പോയിന്റിന്റെ ആണെങ്കിൽ ഈ മാസം നമ്മുടെ ടീമിൽ നടന്ന ബിസിനസ് വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യും. അടുത്ത മാസം ക്യാരി ഫോർവേഡ് ചെയ്യും. വരുമാനത്തിന് വേണ്ടി കൗണ്ട് ആക്കൂല, അടുത്ത മാസത്തേക്ക് മാറ്റിവെക്കും. എന്നാൽ 300 ബോണസ് പോയിന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ മാസം ഇൻകത്തിന് വേണ്ടി അത് കൗണ്ട് ആകും. 500 ബോണസ് പോയിന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകത്തിന് വേണ്ടി കൗണ്ട് ആവുന്നതോടൊപ്പം തന്നെ ഒരു സ്കോർ പോയിന്റ് എക്സ്ട്രയും കിട്ടും. അപ്പോൾ ഒരു സ്കോർ പോയിന്റിന് ഈ മാസം എത്ര വിലയുണ്ടോ അത്രയും പൈസ എക്സ്ട്രാ നമുക്ക് കിട്ടുമെന്നർത്ഥം. അത് 1000 ബോണസ് പോയിന്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 സ്കോർ പോയിന്റ് എക്സ്ട്രാ കിട്ടും. ഈ 3 സ്കോർ പോയിന്റ് എക്സ്ട്രാ കിട്ടുമ്പോൾ ഈ മാസം ഒരു സ്കോർ പോയിന്റിന് എത്ര വിലയാണുള്ളത് അതിനെ ഗുണം 3, അത് അത്രയും പൈസ നമുക്ക് എക്സ്ട്രാ കിട്ടുമെന്നർത്ഥം. നമ്മൾ ആകെ ചെയ്തെന്താ, 1000 ബോണസ് പോയിന്റ് വാങ്ങി. ഇനി 1000 ബോണസ് പോയിന്റ് കഴിഞ്ഞാൽ പിന്നെ നടക്കുന്ന ഓരോ 1000 ബോണസ് പോയിന്റിനും 4 സ്കോർ പോയിന്റ് വീതം എക്സ്ട്രാ കിട്ടും. ഇങ്ങനെയാണ് ഈ സിസ്റ്റത്തിന്റെ സ്കോർ പോയിന്റിന്റെ എക്സ്ട്രാ കാൽക്കുലേഷൻ സിസ്റ്റം ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ ഒരു 3500 ബോണസ് പോയിന്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലോ അദ്ദേഹത്തിന് എക്സ്ട്രാ പോയിന്റ് മാത്രം 11 കിട്ടും. അതെങ്ങനെയാ? ആദ്യത്തെ 1000-ന് 3, പിന്നീടുള്ള 2000-നും 4 വീതം. അപ്പൊ 4, 4, 3, 8, 3, 11. അങ്ങനെയാണ് 11 എക്സ്ട്രാ സ്കോർ പോയിന്റ് കിട്ടുക. 4000 ബോണസ് പോയിന്റിനാണെങ്കിലോ ആദ്യത്തെ 1000-ന് 3, പിന്നീടുള്ള 3000-നും 4 വീതം. അപ്പോൾ 3, 4, 12, 3, 15. 10000 ബോണസ് പോയിന്റ് ആണെങ്കിലോ ആദ്യത്തെ 1000-ന് 3, പിന്നീടുള്ള 9000-നും 4 വീതം. അപ്പൊ 36, 3, 39. അപ്പൊ ഇവിടെ ഈ 10000 ബോണസ് പോയിന്റൊക്കെ നമുക്ക് എങ്ങനെ വാങ്ങാൻ സാധിക്കും? അതിനുള്ള എളുപ്പ വഴി, നമ്മുടെ പരിചയക്കാരായ, നമ്മുടെ അയൽവാസികളായ, നമ്മുടെ സുഹൃത്തുക്കളായ, നമ്മൾ പോകുന്ന വഴിയിലുള്ള ആളുകളുടെ അടുത്ത് നമ്മളൊരു അപ്രോച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇതിങ്ങനെ കുറച്ച് ഉൽപ്പന്നങ്ങളുണ്ട്, നമുക്ക് വേണമെങ്കിൽ പ്രൈസ് ലിസ്റ്റ് കൊടുക്കാം. ഈ കമ്പനിയുടെ പ്രൈസ് ലിസ്റ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഈ പ്രൈസ് ലിസ്റ്റ് ഈ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്നു. ഈ മാസം ഇതിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഉൽപ്പന്നങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങണം. ഇതിന്റെ ഉപയോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ, ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടിയെങ്കിലും ഒരു പ്രാവശ്യം വാങ്ങണം എന്നൊരു 10 വീടിൽ നമ്മൾ കൊടുത്താൽ ആ 10 വീടിൽ നിന്ന് ഉറപ്പായിട്ടും നമുക്കൊരു ഓർഡർ കിട്ടുന്നുണ്ടാകും. ഈ ഓർഡർ കൃത്യമായിട്ട് നമ്മുടെ ഐഡിയിൽ പർച്ചേസ് ചെയ്താൽ പോലും നമുക്ക് ഒരു 4000-ഓ 5000-ഓ ബോണസ് പോയിന്റ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. എങ്കിൽ എക്സ്ട്രാ സ്ക്വയർ പോയിന്റിലൂടെ ഒരു വരുമാനം നമുക്കിവിടെ കിട്ടും. ഫോക്കസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതെല്ലാം നമുക്ക് നേടാൻ സാധിക്കും. ഇത് അങ്ങനെ ഒരു ഓർഡർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ഉൽപ്പന്നങ്ങൾ നിങ്ങളുടെ ഏരിയയിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങൾ ആസ് എ ടീം മെമ്പർ, ആസ് എ ടീം ലീഡർ എനിക്ക് ചെയ്തു തരാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ചെയ്തു തരാൻ സാധിക്കും എന്ന് പറയാൻ കാരണം, കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ടീം വർക്കാണ്. ടീം വർക്ക് എന്ന് പറയുന്നത് കേവലം ഒരു ക്ലാസ് എടുക്കൽ മാത്രമല്ല, കേവലം ട്രെയിനിങ് പ്രോഗ്രാം നടക്കുന്നത് മാത്രമല്ല, പുതിയ ആളുകളെ കൊണ്ടുവരിക എന്ന് മാത്രമല്ല,
ഒരു ടീമിന് എന്താണോ ആവശ്യമുള്ളത് ആ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കലാണ് ഒരു ടീം വർക്കിന്റെ പ്രത്യേകത. 2004 മുതൽ കമ്മ്യൂണിറ്റി ബിൽഡ് എന്ന പ്രോഗ്രാമുമായി ഇൻവോൾവ് ആയപ്പോൾ എനിക്ക് ആർജിക്കപ്പെട്ട ഒരു കഴിവ് എന്താണെന്ന് ചോദിച്ചാൽ, ടീം എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം പൂർത്തീകരിച്ചു കൊടുക്കാൻ ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ കഴിവിനെ ഈ ടീമിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ എനിക്ക് സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആളുകളിൽ നിന്ന്, നമ്മുടെ അയൽവാസികളിൽ നിന്ന്, നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ ഈ മാസം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ആ പർച്ചേസ് ഓർഡർ നമ്മുടെ പേഴ്സണൽ ഐഡിയിൽ പർച്ചേസ് ആയിട്ട് മാറുമ്പോൾ അത് ബോണസ് പോയിന്റ് ആയിട്ട് മാറും. ആ ബോണസ് പോയിന്റ് 300, 500, 1000, 10000 ഒക്കെ എത്തിക്കാൻ വളരെ ഈസിയാണ്. അങ്ങനെ എത്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്? ഉദാഹരണം, ഒരാൾ അദ്ദേഹം വാങ്ങിയപ്പോൾ ഇപ്പൊ 10/3/2025 മാർച്ച് 10-ാം തീയതി വാങ്ങി, ഒരു 1200 രൂപയ്ക്ക് വാങ്ങി, 135 ബോണസ് പോയിന്റ് കിട്ടി. അപ്പൊ അദ്ദേഹം വാങ്ങിയ ഉൽപ്പന്നങ്ങൾ ഏകദേശം 135 ബോണസ് പോയിന്റ് കിട്ടാവുന്നതാണ്. അടുത്ത ദിവസം 16-ാം തീയതി ഒരു 160 രൂപയ്ക്ക് വാങ്ങി, അപ്പോൾ ഒരു 40 ബോണസ് പോയിന്റ് കിട്ടി. വേറൊരു ദിവസം 195 പോയിന്റിന് വാങ്ങി, രൂപയ്ക്ക് വാങ്ങി, ഒരു 10 ബോണസ് പോയിന്റ് കിട്ടി. ഇങ്ങനെയാണ് ആ മാസത്തെ പർച്ചേസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെങ്കിൽ അദ്ദേഹത്തിന് എത്ര വലിയ ടീം ഉണ്ടെങ്കിലും സിസ്റ്റം ചെയ്യുന്നത് അവിടെ ടോട്ടൽ ബോണസ് പോയിന്റ് എടുക്കുമ്പോൾ 185 പോയിന്റേ ഉള്ളൂ. സോ 150 പോയിന്റ് കവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ മാസം കിട്ടിയ ബോണസ് പോയിന്റുകൾ അടുത്ത മാസം ക്യാരി ഫോർവേഡ് ചെയ്യും. സിസ്റ്റം ചെയ്യുന്ന ജോലി അത്രയേ ഉള്ളൂ. വരുമാനത്തിന് വേണ്ടി അദ്ദേഹത്തിന് ID കൗണ്ട് ചെയ്യില്ല. എന്നാൽ അദ്ദേഹം പർച്ചേസ് ചെയ്തപ്പോൾ ലാസ്റ്റ് പർച്ചേസ് ഒരു 700 രൂപയ്ക്ക് ഒരു എംപ്രോ ഗോൾഡ് ആണ് വാങ്ങിയത് എങ്കിൽ 200 ബോണസ് പോയിന്റ് അവിടെ കിട്ടി. അപ്പൊ 200, 40, 135, 375 ബോണസ് പോയിന്റുള്ള സാധനം അവിടെ വാങ്ങിക്കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ആ മാസം എന്ത് ചെയ്യും? അദ്ദേഹത്തിന്റെ വരുമാനം അവിടെ കൗണ്ട് ചെയ്യപ്പെടും. വരുമാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ പോയിന്റ് കൗണ്ട് ചെയ്യപ്പെടും. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും കൊണ്ടുവന്ന ബിസിനസ് ബോണസ് പോയിന്റുകൾ കൗണ്ട് ചെയ്ത് ഈ മാസം 31-ാം തീയതി രാത്രി 12 മണിയാകുമ്പോൾ അത് കട്ട് ഓഫ് ചെയ്ത് എത്ര വരുമാനം ഉണ്ടെന്ന് സിസ്റ്റം കൃത്യമായിട്ട് കണക്കൂട്ടിയെടുക്കും. ഇവിടെ ഞാനൊരു കാൽക്കുലേഷൻ എടുക്കുകയാണ്. എന്താണ് കാൽക്കുലേഷൻ എന്നറിയോ? 375 ബോണസ് പോയിന്റ് അദ്ദേഹം വാങ്ങുന്നു. അദ്ദേഹത്തിന്റെ ടീമിലുള്ള കംപ്ലീറ്റ് ആളുകളും 300 ബോണസ് പോയിന്റ് വാങ്ങുന്നു. ഈ 300 ബോണസ് പോയിന്റിൽ എത്താൻ എളുപ്പമുണ്ട്. ഈ ടീം മെമ്പേഴ്സ് എല്ലാം ഖജാന ടോക്കൺ എടുത്തിട്ടുണ്ടെങ്കിൽ 7000 രൂപയുടെ 12 എംപ്രോ ഗോൾഡുകൾ ഓരോ മാസവും ലഭിക്കുന്ന രൂപത്തിൽ, അതായത് ഒരു മാസം എംപ്രോ ഗോൾഡ്, അടുത്ത മാസം എംപ്രോ ഗോൾഡ്, അടുത്ത മാസം എംപ്രോ ഗോൾഡ്, അങ്ങനെ 12 എംപ്രോ ഗോൾഡിനുള്ള പണം അത് 8400 രൂപ വരും. പക്ഷെ 7000 രൂപയ്ക്ക് അദ്ദേഹം വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഓരോ മാസവും ഓരോ എംപ്രോ ഗോൾഡ് റിലീസ് ചെയ്യുമ്പോഴൊക്കെ 200 ബോണസ് പോയിന്റ് കിട്ടിക്കൊണ്ടിരിക്കും. സോ ആ സുഹൃത്ത് ഒരു 100 ബോണസ് പോയിന്റ് ഉൽപ്പന്നം കൂടെ വാങ്ങിയാൽ മതി, 300 ബോണസ് പോയിന്റ് ആയി. ഇങ്ങനെ ടീമിലുള്ള ഓരോ ആൾക്കാരും ഒരു 300 ബോണസ് പോയിന്റ് വാങ്ങുന്ന രൂപത്തിലേക്ക് എത്തിയാൽ, അപ്പൊ അതിനുള്ള എളുപ്പവഴിയാണ് ടീമിലുള്ള എല്ലാവരും ഖജാന ടോക്കൺ എടുത്തേക്കുക. എന്നിട്ട് ആ എടുത്ത ആൾക്കാരോടെല്ലാം പറയുക, ഒരു 100 ബോണസ് പോയിന്റുള്ള സാധനം കൂടെ വാങ്ങണം കേട്ടോ എന്ന് പറയുക. അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ 300 ബോണസ് പോയിന്റ് പർച്ചേസ് എടുക്കും. ഇങ്ങനെ ഒരു ടീം വർക്കാണ് നമുക്കുള്ളതെങ്കിൽ, ടീം എയും ടീം ബിയും എടുത്തു നോക്കുമ്പോൾ ടീം എയിൽ ഒരു 478 പേരുള്ള ഒരു ടീം ലീഡർ, ടീം ബിയിൽ ഒരു 381 പേരുള്ള ടീം ലീഡർ. ഞാൻ ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ എഴുതുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കറക്റ്റ് ഫിഗർ ഒന്നും ഒരു ടീമിനും കൃത്യമായിട്ട് വരില്ല. എപ്പോഴും വേരിയേഷൻ ഉണ്ടാകും. രണ്ടും തുല്യമായിട്ടൊക്കെ വരിക വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പൊ ബിസിനസ് എങ്ങനെ വരട്ടെ, ടീം എങ്ങനെ വരട്ടെ, പക്ഷെ വരുന്ന എല്ലാവരും 300 ബോണസ് പോയിന്റ് വാങ്ങുന്നുണ്ടെങ്കിൽ 478 പേരടങ്ങുന്ന ആ ടീമിൽ നിന്ന് 1,43,400 പോയിന്റ് ആ മാസത്തിൽ പർച്ചേസിലൂടെ ലഭിക്കുന്നുണ്ടാകും. 381 പേരുടെ ടീമിൽ നിന്ന് 1,14,300 പോയിന്റ് കിട്ടിയിട്ടുണ്ടാകും. നമ്മൾ വാങ്ങിയ പേഴ്സണൽ പർച്ചേസ് എവിടെയാണോ കുറവ് അതിലേക്ക് കൂട്ടി എഴുതും. അപ്പോൾ 1,14,675 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ മാച്ച് ചെയ്ത് എത്രയാണ്? 1146 പോയിന്റ് മാച്ച് ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് വയ്ക്കുകയും ചെയ്യും. നോക്കൂ, സ്ക്രീനിൽ കൃത്യമായിട്ട് തന്നെ കാൽക്കുലേഷൻ കിടക്കുന്നുണ്ട്. ഈ കാൽക്കുലേഷനാണ് 31-ാം തീയതി രാത്രി 12 മണിക്ക് സംഭവിക്കുന്നത്. എത്ര മാച്ചായി അത് പേയ്മെന്റിന് വേണ്ടി കൗണ്ട് ചെയ്യും. ബാലൻസ് ഉള്ളത് അടുത്ത മാസത്തേക്ക് ക്യാരി ഫോർവേഡ് ആകും. ഇങ്ങനെ നോക്കുമ്പോൾ കഴിഞ്ഞ നവംബർ മാസം ഈ ഒരു പോയിന്റ് നേടിയ ഒരാളുണ്ടെങ്കിൽ അന്ന് ഒരു പോയിന്റിന്റെ വില 60.18 ആയിരുന്നു. 60 രൂപ 18 പൈസ ഉണ്ടായിരുന്നു. ആ 60 രൂപ 18 പൈസ പ്രകാരം 68,966 രൂപ 29 പൈസ ആ മാസം വരുമാനം ഈ ടീം ലീഡർക്ക് ലഭിക്കുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു 68,000 രൂപ ഒരു മാസ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ എത്ര ലക്ഷം രൂപ മുടക്കി ഒരു ഷോപ്പ് ഇടണം? ഒരു കച്ചവട രംഗമാണെങ്കിൽ
വേണ്ട. ഒരു ശമ്പളക്കാരനാണെങ്കിൽ എത്ര വലിയ ക്വാളിഫിക്കേഷനുള്ള ജോലി ആയിരിക്കണം 68,000 രൂപ വരുമാനം കിട്ടാൻ? ആ ജോലിയിൽ എത്ര മണിക്കൂർ നമ്മൾ പണിയെടുക്കണം? അല്ല, ഒരു സെൽഫ് എംപ്ലോയി ആണ്. ആ സെൽഫ് എംപ്ലോയി ആണ്. അദ്ദേഹം ഇൻവോൾവ് ആകുന്ന മേഖലയിലൂടെ ഒരു 68,966 രൂപ വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ എത്ര മണിക്കൂർ അദ്ദേഹം എഫേർട്ട് ഇടണം? ഇവിടെ 478 പേരടങ്ങുന്ന ഒരു ടീം അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. 381 പേരടങ്ങുന്ന ടീം അവരുടെ വീട്ടിലേക്ക് ആവശ്യമായ സാധനങ്ങൾ വാങ്ങി. കൗണ്ട് ചെയ്യപ്പെട്ടപ്പോ ഈ ടീം ലീഡർക്ക് 68,966 വരുമാനം കിട്ടി. സെയിം ഖജാന ടോക്കൺ ആണ് നമ്മൾ മാർക്കറ്റ് ചെയ്തതെങ്കിൽ ഈ 478 പ്ലസ് 381 പേരും ഖജാന ടോക്കൺ എടുത്ത ആൾക്കാരാണെങ്കിൽ അടുത്ത മാസവും സെയിം ബിസിനസ് വോളിയം ഉണ്ടാകും, സെയിം മാച്ചിങ് പോയിന്റ് ഉണ്ടാകും. എങ്കിൽ അടുത്ത മാസത്തെ വരുമാനത്തിനനുസരിച്ച് 67,946 വരുമാനം കിട്ടും. എല്ലാ മാസവും ഈ പോയിന്റിന്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. കാരണം നമ്മൾ മാത്രമല്ലല്ലോ, നമ്മുടെ ടീം മാത്രമല്ലല്ലോ, സിസ്റ്റത്തിൽ ഒരുപാട് ടീമുകൾ വർക്ക് ചെയ്യുന്നുണ്ടാകും. ഓരോരുത്തരുടെയും പെർഫോമൻസ് അനുസരിച്ച് ആ മാസത്തിൽ ബിസിനസ് വോളിയത്തിൽ വ്യത്യാസം ഉണ്ടാകും. ബിസിനസ് വോളിയത്തിൽ വ്യത്യാസം ഉള്ളതുപോലെ തന്നെ നേടിയ സ്കോർ പോയിന്റിലും വ്യത്യാസം ഉണ്ടാകും. നമ്മൾ കൃത്യമായിട്ട് ഖജാന ടോക്കണൊക്കെ മാർക്കറ്റ് ചെയ്ത് കൃത്യമായി സ്ട്രക്ചറൊക്കെ ബിൽഡ് ചെയ്ത് പോയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ 1146 പോയിന്റാണ് അടുത്ത മാസം നമുക്ക് കിട്ടിയത്. എന്നാൽ കിട്ടിയ വരുമാനത്തിൽ ചെറിയൊരു വേരിയേഷൻ വന്നു. കാരണം എന്താ? പോയിന്റിന്റെ വിലയിൽ ചെറിയ വേരിയേഷൻ വന്നു. അത് ജനുവരി മാസത്തിലാണെങ്കിലോ 66,628 വരുമാനം കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടാകും. അത് ഫെബ്രുവരി മാസത്തിലായിരുന്നെങ്കിലോ 66,376 വരുമാനം കിട്ടിയിട്ടുണ്ടാകും. അവിടെ ഒരു 6 കൂടുതലുണ്ട്, ടൈപ്പ് ചെയ്ത 3 മിസ്റ്റേക്ക് ആണ്. സോ വളരെ കൃത്യമാണ് AK5PLന്റെ സോഷ്യൽ മാർക്കറ്റിംഗ് കരിയർ. വരുമാനം കൂട്ടിയെടുക്കാൻ വളരെ ഈസിയാണ്. എന്നാൽ ഒരു ടീമും ഇല്ലാത്ത ഒരാളാണ്. ഞാൻ പറഞ്ഞപ്പോ വലിയ ടീമിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചത്. ഈ ടീമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ അങ്ങനെ ആൾക്കാരൊന്നും ഇല്ല. നമ്മളങ്ങനെ പറഞ്ഞാൽ കേൾക്കുന്ന ആൾക്കാരൊന്നും ഇല്ല. ഞാൻ കുറെ പേരോട് പറഞ്ഞു, അവരാരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. അവരൊക്കെ നോക്കട്ടെ പറയാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ഒന്നും ഉൽപ്പന്നമൊക്കെ വാങ്ങിച്ച് എംബ്രോ ഗോൾഡ് വാങ്ങിച്ച് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നില്ല. ഖജാന ടോക്കനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ആൾക്കാർ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ഒരാളാണ്. അവിടെ എ ടീമിലും ബി ടീമിലും ആരുമില്ല, ഒരാൾ പോലും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യം, അദ്ദേഹത്തിന്റെ കയ്യിലുള്ള പർച്ചേസ് ഓർഡർ 10 വീടുകളിൽ കൊടുത്തിട്ട് അവിടുന്ന് ഓർഡർ എടുത്തിട്ട് സെൽഫ് പർച്ചേസ് വോളിയം കൂട്ടാൻ പറ്റും. സെൽഫ് പർച്ചേസ് വോളിയം കൂട്ടുന്നു. ആ സെൽഫ് പർച്ചേസ് വോളിയം കൂട്ടുമ്പോൾ അതിലൂടെ മാത്രം ഇപ്പൊ 4,000 സെൽഫ് പർച്ചേസ് നടത്തി എന്ന് വിചാരിക്കും. 4,000 ബോണസ് പോയിന്റ് സെൽഫ് പർച്ചേസ് നടത്തി എങ്കിൽ എക്സ്ട്രാ പോയിന്റ് കിട്ടുന്നത് 15 പോയിന്റ് ആയിരിക്കും. ആ 15 പോയിന്റിന് 66 രൂപ 79 പൈസ വെച്ച് വരുമാനം ഉണ്ടെങ്കിൽ 1,001 രൂപ 85 പൈസ ആ മാസം വരുമാനം റിലീസ് ചെയ്യുന്നുണ്ടാവും. കാരണം എക്സ്ട്രാ പോയിന്റ് ആണ് കിട്ടിയത്. എന്നാൽ ആ വന്ന സെൽഫ് പർച്ചേസ് പോയിന്റ് എ ടീമിലേക്ക് എടുത്തെഴുതും. കാരണം എ ടീമിലോ ബി ടീമിലോ ആരുമില്ല. അദ്ദേഹത്തിന്റെ പേഴ്സണൽ പർച്ചേസ് ആണ് ഈ 4,000. സോ ആയിട്ട് ആ 4,000 എന്ത് ചെയ്യും? എ ടീമിലേക്ക് സിസ്റ്റം എടുത്തെഴുതും. അടുത്ത മാസവും സെയിം തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു എങ്കിൽ ആ 4,000 ബി ടീമിലേക്ക് എടുത്തെഴുതും. അപ്പൊ ആ 4,000 മാച്ചായിട്ട് 40 പോയിന്റ് അവിടെ ജനറേറ്റ് ആയി. എക്സ്ട്രാ സ്കോർ പോയിന്റ് 15 അത് വീണ്ടും കിട്ടിയിട്ടുണ്ട്. അപ്പൊ 55 പോയിന്റ് ആ മാസം കിട്ടും. സ്വാഭാവികമായിട്ടും 3,673 രൂപ ആ മാസം നമുക്ക് വരുമാനം വാങ്ങാൻ സാധിക്കും. സെൽഫ് പർച്ചേസിൽ മാത്രം ആയിരങ്ങൾ വരുമാനം വാങ്ങാനുള്ള അവസരം ഈ സിസ്റ്റത്തിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ സ്വയം തിരിച്ചറിയണം. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളൊരു ഷോപ്പാണെന്ന് ചിന്തിക്കുക. നമ്മൾ ഷോപ്പ് ഇട്ടിരിക്കുകയാണ്. 5 ലക്ഷം രൂപ 10 ലക്ഷം രൂപ 1 കോടി രൂപ ഒന്നും മുതൽ മുടക്കേണ്ട ആവശ്യമില്ല. കേവലം 829 രൂപയുടെ ഒരു എംപ്രോ ഗോൾഡ് വാങ്ങി നമ്മൾ അസോസിയേറ്റ് ചെയ്തു. ആ എംപ്രോ ഗോൾഡ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ആരോഗ്യപരമായ ഗുണങ്ങൾ കിട്ടുന്നു. ഒപ്പം കിട്ടിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയെ വളഞ്ചരങ്ങ ഔട്ട്ലെറ്റിൽ നിന്നോ ബംഗോല ഔട്ട്ലെറ്റിൽ നിന്നോ കടയിരിപ്പിൽ നിന്നോ നമ്മൾ ഉൽപ്പന്നം വാങ്ങിയ ആളുകളിലേക്ക് എത്തിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വാങ്ങിയ ആളുകളിലേക്ക് എത്തിക്കുന്നു. അത് ബോണസ് പോയിന്റ് ആയിട്ട് സിസ്റ്റം കൗണ്ട് ചെയ്യുന്നു. അത് കൗണ്ട് ചെയ്തുകൊണ്ട് നമുക്ക് വരുമാനം നേടാൻ സാധിക്കുന്നു. ഇവിടെ മന്ത്ലി ഇൻകം നേടുമ്പോഴൊപ്പം തന്നെ വേണമെങ്കിൽ റീറ്റെയിൽ ബോണസ് എടുക്കാം. എങ്ങനെയാണ് റീറ്റെയിൽ ബോണസ് എടുക്കുക? എപ്പോഴും ഡിസ്ട്രിബ്യൂഷൻ പ്രൈസിനാണ് നമുക്ക് വരുമാനം തരുന്നത്. ഇപ്പോൾ എംപ്രോ ഗോൾഡ് എടുത്താൽ 829 രൂപയാണ് അതിന്റെ MRP. നമുക്ക് 700 രൂപയ്ക്കാണ് സിസ്റ്റം തരിക. അപ്പൊ നമ്മൾ എടുത്തു കൊടുക്കുന്ന ഒരാളാണെങ്കിൽ വേണമെങ്കിൽ 800 രൂപയ്ക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒരു 100 രൂപ കിട്ടും ഒരു എംപ്രോ ഗോൾഡും, അല്ലേ?
ഇതുപോലെ എല്ലാ ഉൽപ്പന്നത്തിനും ഒരു മാർജിൻ ഉണ്ട്. ഈ മാർജിൻ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷെ ആസ് എ ബിസിനസ് മാൻ ഞാൻ എപ്പോഴും പറയുക, ആ ഡിസ്കൗണ്ട് പ്രൈസിൽ ആ റീറ്റെയിൽ ബോണസ് എടുക്കാതെ വിപണനം ചെയ്യണമെന്നാണ്. കാരണം വാങ്ങുന്നവർക്ക് ഒരു ഡിസ്കൗണ്ട് കിട്ടി എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് വീണ്ടും വീണ്ടും വാങ്ങാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. MRP-യിൽ നിന്ന് വില കുറച്ചാണ് കൊടുക്കുന്നത്, അതും അവർ വീട്ടിലെത്തിച്ചു കൊടുക്കുന്നു. അത് അവരെ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അടുപ്പിക്കാനും അടുത്ത മാസം വീണ്ടും പർച്ചേസ് ഓർഡർ തരാനും കാരണമായി തീരും. അവിടെ ചില ചില ആശയങ്ങൾ നമ്മുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ എങ്ങനെയാണ്? നോക്കൂ, കിനോവ ഉപയോഗിച്ച് നമുക്കൊരു ബിരിയാണി ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു പായസം ഉണ്ടാക്കാം. ആ റെസിപ്പിയെ കുറിച്ചൊക്കെ ഒന്ന് സംസാരിച്ചാൽ, ഓക്കെ എന്നാൽ കിനോവ എനിക്ക് ഒരു പാക്കറ്റ് തന്നേരെ എന്ന് പറയുന്ന ഒരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകും. അപ്പൊ നമ്മൾ ഒരു ഐഡിയ കൊടുക്കുമ്പോഴാണ് ആ ഐഡിയ എനിക്ക് വേണമെന്ന ചിന്തയിലേക്കും അതൊരു ഉൽപ്പന്നമായി വാങ്ങുന്ന ചിന്തയിലേക്കും ആളുകൾ എത്തിക്കുക. ഇപ്പോ ഈ മാസം ഞങ്ങൾക്ക് നൊയമ്പ് മാസമാണ്. നൊയമ്പ് മാസത്തില്, റമദാൻ മാസത്തില് വൈകിട്ട് ഞങ്ങളുടെ കസ്റ്റത്തില് തരിക്കഞ്ഞി എന്ന് പറഞ്ഞിട്ടൊരു വിഭവം ഉണ്ടാക്കാറുണ്ട്. അത് നൊയമ്പ് തുറക്കുന്ന സമയത്ത് രുചികരമായ രൂപത്തിൽ കഴിക്കുന്നതാണ്. പ്രധാനമായും റവയാണ് അതിൽ ചേരുവയായിട്ട് വരിക. എന്നാൽ ചോളത്തിന്റെ പുട്ടുപൊടി റവയ്ക്ക് പകരം ഉപയോഗിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ടുള്ള തരിക്കഞ്ഞി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിവ് കിട്ടി. അറിവ് കിട്ടിയത് വേറെ ഒന്നുമല്ല, നമ്മുടെ AK5PL ഓഫീസിൽ നിന്ന് തന്നെയാണ്. ഞാൻ അത് വീട്ടിൽ കൊണ്ടുപോയി ഉപയോഗിച്ചു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻ്റെ പല സുഹൃത്തുക്കളോടും പറഞ്ഞു. അപ്പോൾ ഒരു സുഹൃത്ത് പറഞ്ഞു, എനിക്ക് ഒരെണ്ണം തന്നേരെ. അദ്ദേഹം അത് ഉപയോഗിച്ചു. അതെന്റെ വീട്ടിൽ അന്ന് ഒരു നോമ്പ് തുറയെ വിളിച്ചപ്പോൾ അതില് പള്ളിയിലെ ഉസ്താദ്മാരെല്ലാം ഉണ്ടായിരുന്നു. അവരെല്ലാം അത് ഏറ്റവും രുചികരമായി കഴിക്കുന്ന ഒരു അവസ്ഥ അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ വേറെ കുറച്ച് സുഹൃത്തുക്കളോട് പറഞ്ഞു. അവരെല്ലാം ഈ പൊടി എനിക്ക് വേണം, ഈ പൊടി എനിക്ക് വേണം. ഈ പൊടി എന്നാണ് പറയുന്നത്, ചോളത്തിന്റെ പുട്ടുപൊടിയാണെന്നുള്ളത് പോലും പറയുന്നില്ല. എടാ നീ ആ കൊടുത്ത പൊടി അതെനിക്കും വേണം എന്ന് പറയുന്ന രൂപത്തിൽ കൂടുതൽ കൂടുതൽ ഓർഡർ ചോളപ്പുട്ടുപിടിക്ക് മാത്രം കിട്ടുന്ന ഒരു സാഹചര്യം ഈ മാസത്തിൽ എനിക്ക് സംഭവിച്ചു. ഇതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? നമ്മൾ ഉപയോഗിച്ചു, നമുക്ക് നല്ലതെന്ന് തോന്നിയ കാര്യം ഞാൻ സുഹൃത്തുക്കളോട് പറയുന്നതാണ്, അയൽവാസികളോട് പറയുന്നതാണ്. ഇതുപോലെ തന്നെ മില്ലറ്റ് ഉപയോഗിച്ച് പലതും ഉണ്ടാക്കാം. ബിരിയാണി ഉണ്ടാക്കാം, ഉപ്പുമാവ് ഉണ്ടാക്കാം, പുട്ടുണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, പായസം ഉണ്ടാക്കാം. ഇതെല്ലാം നമ്മൾ അഡ്വൈസ് ആയിട്ട് കൊടുക്കുമ്പോൾ, പറഞ്ഞു കൊടുക്കുമ്പോൾ, അതിന്റെ സാധ്യത മനസ്സിലാക്കി കൊടുക്കുമ്പോൾ, അതിന്റെ രുചികളെ കുറിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് എനിക്ക് വേണമെന്ന ചിന്ത നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാർക്ക് വരും. സോ ഇതുവരെ നമ്മുടെ എക്സ്പീരിയൻസിൽ പർച്ചേസ് ഓർഡർ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പണം കൊണ്ടുപോകുന്ന കാര്യങ്ങളായിരുന്നു. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോയി എത്ര വലിയ പർച്ചേസ് ഓർഡർ നമ്മൾ ഇട്ടാലും അതെല്ലാം ആ ഉൽപ്പന്നമായിട്ട് വീട്ടിലേക്ക് വരും, കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. എന്നാൽ AK5PL പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ എടുക്കുന്ന പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നിങ്ങളുടെ അക്കൗണ്ടിലേക്കുള്ള പണമാണ്. നമ്മൾ ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്കുള്ള പണമാണ്. പർച്ചേസ് ഓർഡർ പണമാക്കി മാറ്റുന്ന ഒരു മാജിക് ആണ് AK5PL എന്ന പ്ലാറ്റ്ഫോമിന്റെ സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിൽ റെഗുലർ പർച്ചേസ് ഇൻകത്തിൽ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു ആശയം, ഈ ആശയത്തിന്റെ മഹിമ നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ടും വലിയ നേട്ടങ്ങളാണ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക. ആ നേട്ടങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആ നേട്ടങ്ങളുടെ സാധ്യതയാണ് നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടത്. സോ ഇന്നത്തെ പ്രസന്റേഷനിൽ സോഷ്യൽ മാർക്കറ്റിംഗ് കരിയറിൽ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സാധ്യത അത് അതുപോലെ തന്നെ പ്രയോജനപ്പെടുത്താൻ ഇനി വരുന്ന 11 ദിവസം ആരെല്ലാം തയ്യാറാണ്? ഒന്ന് മൈക്കോൺ ഓപ്പൺ ചെയ്തൊന്ന് സംസാരിച്ചോളൂ.